Hi Anu. Hi ma'am. First of all, congratulations. Thank you ma'am. How are you? I'm fine ma'am. Okay, അപ്പോൾ എന്ത് തോന്നുന്നു, ഹാപ്പി ആയില്ലേ? എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നല്ലേ OIT? യെസ് മാം. അപ്പം ഹൗ ഡു യു ഫീൽ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എൻറ്റയർ എക്സ്പീരിയൻസ് ഓഫ് OIT? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയതിന്. പിന്നെ ലൈൻഫോർട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇയാൾ കോളേജിൽ നിന്ന് ജസ്റ്റ് ഫ്രഷർ ആണ്. ഫ്രഷറാണ്. അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ലാൻഡ്ഫോർട്ടിലോട്ട് എത്തിയത്? ഓക്കെ, ഞാൻ ആദ്യം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി ഒക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അതുപോലെ തന്നെ എല്ലാവരും സജസ്റ്റ് ചെയ്തത് ലാൻഡ്ഫോർട്ടാണ്. അതെനിക്ക് ബെസ്റ്റ് ആയിരുന്നു. ബെസ്റ്റ് ആയിരുന്നല്ലോ. വി ആർ ഓൾസോ ഹാപ്പി ടു നോ ദാറ്റ് ഇറ്റ് ഈസ് യുവർ ബെസ്റ്റ് ചോയ്സ്. ഇയാൾ ലാൻഡ്ഫോർട്ട് ചൂസ് ചെയ്തു, അതിനുശേഷം ഇവിടെ പഠിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സ്റ്റഡി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് OIT നമുക്ക് എന്താണെന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഓറിയൻറ്റേഷൻ ക്ലാസ് അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മൊഡ്യൂളിലും നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ട്. എല്ലാ ഡൗട്ട്സും നമുക്ക് എപ്പോഴും മാംസ് നമുക്ക് ക്ലിയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ഇയാൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ കോച്ചിങ് എടുത്തത് ബെനിഫിഷ്യൽ ആയെന്ന് തോന്നുന്നുണ്ടോ ഓൺലൈനിലേക്കാട്ടിലും? ഓക്കെ, എനിക്ക് ഓഫ്ലൈനാണ് ബെസ്റ്റായിട്ട് തോന്നിയത്. കാരണം ഓഫ്ലൈനിൽ നമുക്കൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്പീക്കിങ്ങിലൊക്കെ അതായിരിക്കും ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇയാൾ പറഞ്ഞല്ലോ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയായിരുന്നു ഇയാൾക്ക്? എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു ബുദ്ധിമുട്ട്. ഇവിടുത്തെ കണ്ടിന്യൂസ് നമുക്ക് എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും എല്ലാ മൊഡ്യൂളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ തന്നെയായിരുന്നു എനിക്ക് സക്സസിന് കാരണം. ഓക്കെ, അപ്പം മെറ്റീരിയൽസ് എല്ലാം ഓക്കെ ആയിരുന്നു? അതെ, ഇവിടുത്തെ മെറ്റീരിയൽസ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ വേറെ പുറത്തുനിന്ന് മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ലാൻഡ്ഫോർട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വന്നത്? അതെ, ലാൻഡ്ഫോർട്ട് എൻ്റെ ബെസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു. അതെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OIT കിട്ടാൻ എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇനി കുറേ പേര് ചെയ്യാൻ OIT പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ ലാൻഡ്ഫോർട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. ലാൻഡ്ഫോർട്ട് ബെസ്റ്റാണ്. We are also happy to know that ഇയാൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ. വെരി ഹാപ്പി ഫോർ യു. എനിവേസ് താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം.